ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ്സ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വീഡിയോ കാണാൻ തുടങ്ങണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലമ്മിൻ്റെ ടോക്കണോമിക്സ് അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഡൗട്ടാണ് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ആസ്പെക്റ്റ് ഞാൻ പറയാം. അതേപോലെ തന്നെ ഇതിന് എത്രത്തോളം പ്രൈസ് വരുന്നു ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ആൾറെഡി തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിളിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വെച്ചിട്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ കറക്റ്റ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഇതിന് എത്രത്തോളം വാല്യൂ വരും എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള സപ്ലൈ എന്ന് പറയുന്നത് 1 ബില്യൺ മാത്രമാണെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമൊക്കെ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ 1 ബില്യൺ ടോക്കൺ മാത്രമാണ് ഇവർ ഇറക്കുന്നുള്ളൂ. അപ്പോൾ എത്ര ഒരു മാർക്കറ്റ് ക്യാപ്പ് കൊണ്ടുവന്നാലും ചെറിയൊരു മാർക്കറ്റ് ക്യാപ്പ് കൊണ്ടുവന്നാൽ കൂടി ഇതിന് വളരെയധികം വാല്യൂ ഒക്കെ ഉണ്ടാവില്ലേ എന്ന് ഞാൻ വളരെയധികം പ്രതീക്ഷിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും സത്യം തന്നെയാണ്, നമുക്ക് നല്ലൊരു വാർത്ത തന്നെയാണ് ഇതിന്ന് ബ്ലം എന്നപ്പോൾ അവർ തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇനി നമുക്ക് എത്രയാണ് കിട്ടാൻ പോകുന്നത്, ഇതിന് വെസ്റ്റിംഗ് ഉണ്ടോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, അറിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ടുള്ള സപ്ലൈ എന്ന് 1 ബില്യൺ 20% ആണ് കമ്മ്യൂണിറ്റിക്ക് തരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അവരുടെ എക്കോസിസ്റ്റം ഗ്രോത്തിന് 20% ഓഫ് ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ സപ്ലൈ എന്ന് 20% അതിക്കും പോകും. അതേപോലെ തന്നെ 20% കമ്മ്യൂണിറ്റിക്കും വരുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം തന്നെയാണ്. ട്രഷറി എന്ന് പറഞ്ഞിട്ട് 28% പോകുന്നുണ്ട്. കോൺട്രിബ്യൂട്ടേഴ്സിന് 16% പോകുന്നുണ്ട്. സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സിന് 15% പോകുന്നുണ്ട്. അപ്പോൾ നോ അൺലോക്ക് ആയിട്ട് TJ എന്നുള്ളൊരു കാര്യമൊക്കെ താഴെ അവർ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് സത്യാവസ്ഥ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പോൾ നേരെ അവൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കമ്മ്യൂണിറ്റിക്ക് 20% ആണെങ്കിൽ 200 മില്യൺ ടോക്കണാണ് ടോട്ടലായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ അലോക്കേഷൻ റിലീസ്ഡ് ആയിട്ട് TG എന്ന് പറഞ്ഞിട്ട് 15% മാത്രമാണ് റിലീസ് ആവുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്രത്തോളമാണ് റിലീസ് ആവുന്നത്, ഇതിന് എത്രത്തോളം പ്രൈസ് ആണെന്ന് അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ എക്കോസിസ്റ്റം ഗ്രോത്തിനും 20% 200 മില്യൺ ടോക്കണാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കണക്കാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ ടോട്ടൽ എത്ര സർക്കുലേറ്റിംഗ് സപ്ലൈ ആണ് കിട്ടാൻ പോകുന്നത്, അതിനൊരു മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ ഇട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടോക്കൺ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ ടോട്ടലായിട്ട് അവർ അൺലോക്ക് സമയത്ത് അല്ലെങ്കിൽ റിലീസ് സമയത്ത് പറഞ്ഞിട്ടുള്ളത് 15%, 19%, 10% ആണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ എത്രത്തോളം പെർസെൻറ്റേജ് ടോട്ടൽ എത്ര ടോക്കൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിത് ലിസ്റ്റിംഗ് പ്രൈസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ മേ ബി ഇതൊരു 99.99 സംതിങ് ശരിയാവും, പെർസെൻറ്റേജ് ശരിയാവുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഇത് പ്രൈസ് പ്രെഡിക്ഷനാണ്, തെറ്റ് വരാം. അപ്പോൾ ആ ഒരു ഇതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ടോട്ടൽ സപ്ലൈ ഇസ് ഫിക്സ്ഡ് ടു 1 ബില്യൺ, ദർ ഈസ് നോ ടീം ഓർ ഇൻവെസ്റ്റർ അൺലോക്ക് അറ്റ് ലോഞ്ച്. അങ്ങനെയുള്ളൊരു കാര്യം കൂടി കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏർലി തന്നെ ഇതിൽ ഈ ഒരു TJ സമയത്ത് മുമ്പ് തന്നെ ലിസ്റ്റ് ആവും. എന്നിട്ട് നമുക്ക് ഈ ഒരു എയർ ഡ്രോപ്പ് തരിക അല്ലെങ്കിൽ ക്ലെയിമിംഗ് സമയം അത് കഴിഞ്ഞിട്ടായിരിക്കും തരിക. അതിനുള്ളിൽ തന്നെ ഇവൻ്റെ ടീം ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഇത് വിറ്റ് കാശ് ആക്കിയിട്ടുണ്ടാവും, നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോ ഇവിടെ ഇല്ല എന്നും കൂടി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് ഹോപ്പ് തരുന്ന പോലെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഹോപ്പ് വെക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന രീതിയിൽ ചില ആൾക്കാർക്ക് ഞാൻ എന്ത് സംസാരിച്ചാലും അത് ഹോപ്പ് തരുമായിരിക്കും. ഇപ്പോൾ എന്താണെങ്കിൽ വളരെയധികം സന്തോഷത്തോടെ സംസാരിക്കുന്നത് എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. നിങ്ങൾ അതിൻ്റെ രീതിയിൽ ആ രീതിയിൽ തന്നെ എടുക്കുക. അപ്പോൾ നമുക്കിവിടെ നോ ടീം ഓർ ഇൻവെസ്റ്റർ അൺലോക്ക് അറ്റ് ടോക്കൺ ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു നല്ല കാര്യമാണ്. ഈ ഒരു ടോക്കൺ റിലീസായ സമയത്ത് തന്നെ ഇൻവെസ്റ്റേഴ്സും അതിൻ്റെ കമ്പനി അവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു എന്ത് നോക്കാം, പ്രൈസ് എത്ര വരും എന്നുള്ളൊരു കാര്യം നോക്കാം. ഞാനിവിടെ ആൾറെഡി തന്നെ പറഞ്ഞു, ആ ഒരു പെർസെൻറ്റേജ് കൂട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടും എന്നുള്ളൊരു കാര്യം അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഗുഡ് പോയിന്റ്സ് ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 200 മില്യൺ ബ്ലം മാത്രമാണ് കമ്മ്യൂണിറ്റിക്കുള്ളൂ. നോ ടീം ഓർ ഇൻവെസ്റ്റേഴ്സ് ആർ ഗെറ്റിംഗ് ടോക്കൺ അറ്റ് ലോഞ്ച്. അവർക്ക് ഈ ടീമിനോ ഇൻവെസ്റ്റേഴ്സിനോ ഇത് ടോക്കൺ ഈ ഒരു സമയത്ത് ലോഞ്ച് ആവുന്ന സമയത്ത് കിട്ടുന്നില്ല എന്ന് പറയുന്നത് വളരെയധികം ഉപകാരമുണ്ട്. 50% ഓഫ് കമ്മ്യൂണിറ്റി ടോക്കൺ വിൽ ബി ഏർലി യൂസേഴ്സ്. എന്താണെന്ന് പറഞ്ഞാൽ ഈ 20%-ലെ 200 മില്യണിലെ 50% തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർക്കും ഏർലി എയർ ഡ്രോപ്പേഴ്സും അങ്ങനെയുള്ള ഈ ഒരു എയർ ഡ്രോപ്പ് ഗെയിം കളിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്യൂച്ചർ റിവാർഡ് അതിൽ 10% വെസ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. 30% ഓഫ് എയർ ഡ്രോപ്പ് ടോക്കൺ അൺലോക്ക് ഇമീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30% എന്ന് പറഞ്ഞാൽ 10%-ന്റെ 30% 3% ആയിരിക്കും നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ 70% എന്തായാലും വെസ്റ്റിങ്ങിന് പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വെസ്റ്റിംഗ് ഒക്കെ എനിക്ക് സന്തോഷമായിട്ട് തോന്നുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ തോതിലാണ് ടോക്കൺ കിട്ടുക. ഇനി നമുക്ക് എവിടെയാണ് മൂഞ്ചിക്കാൻ അവർക്കുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ടോക്കൺ അലോക്കേഷൻ തരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷന് നിങ്ങൾക്ക് കിട്ടുന്ന ടോക്കണിൽ വെച്ചിട്ടായിരിക്കും നമ്മളെ മൂഞ്ചിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ കണക്കാക്കാൻ പോവാണ് എത്രത്തോളം ടോട്ടൽ ഈ ഒരു പെർസെൻറ്റേജ് ഒക്കെ ഞാൻ പറഞ്ഞു, 15%, 19%, അതേപോലെ തന്നെ 10%. അപ്പോൾ നമുക്ക്
ടോട്ടലായിട്ട് ഇവിടെ കിട്ടാൻ പോകുന്നത് 30 മില്യൺ ടോക്കൺ 50%. അത് നമുക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ കിട്ടും. എക്കോസിസ്റ്റ് ഗ്രോത്തിന് അവിടെ 38 മില്യൺ അവർ ഇറക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ട്രഷറി എന്ന് പറയുന്ന അവിടെ 28 മില്യൺ ടോക്കൺ അവരവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടോട്ടലായിട്ട് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് 98 മില്യൺ ടോക്കൺസ് മാത്രമാണ് നമുക്കിവിടെ ടോട്ടൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 98 മില്യൺ ടോക്കൺസ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈസി ആയിട്ട് തന്നെ വളരെ നല്ലൊരു വാല്യൂ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്തത് മാത്രമാണ് സർക്കുലേറ്റിംഗ് സപ്ലൈ പോകുന്നത്. ബാക്കിയൊക്കെ അവിടെ ലോക്കാണ്, വെസ്റ്റിംഗ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതല്ലാതെ ഇനി അവൻ്റെ കമ്പനി പറ്റിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ പറ്റിച്ചു. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. 5 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 96.0 അല്ലെങ്കിൽ 96 മില്യൺ ടോക്കൺസ് മാത്രമാണ് സപ്ലൈ ആയി കിടക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ $0.052 ആണ് എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ നമുക്കിതിലൊരു 6 മില്യൺ വരികയാണെന്നുണ്ടെങ്കിൽ $0.00625 ആണ്. അതേപോലെ തന്നെ നമ്മൾ മാക്സിമം കൂടെ കണക്കാക്കാണ് ഒരു 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് എങ്കിലും ഇതിൽ വരും എന്നുള്ളൊരു രീതിയിൽ കണക്കാക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.1041 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ വളരെ നല്ലൊരു വാല്യൂയിലേക്കാണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. മേ ബി ഇത് മാറാം, ഞാൻ പറയുന്നത് തെറ്റാം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് എങ്ങനെയല്ലോ എല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ തെറി പറയരുത് എന്നുള്ള കാര്യം കൊണ്ടാണ് 4-5 പ്രാവശ്യം പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസിലൊക്കെ മാർക്കറ്റ് ക്യാപ്പ് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്ക് എത്രത്തോളം ടോക്കൺസ് വളരെയധികം ഒരു 10 ഇല്ലെങ്കിൽ 200 ഇല്ലെങ്കിൽ അതിൻ്റെ താഴെ ടോക്കൺസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ മേ ബി നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് $10 ഒക്കെ 1000 രൂപയൊക്കെ എല്ലാവർക്കും കിട്ടുമെന്ന് പറയുന്നത് തന്നെ വളരെയധികം എനിക്കിപ്പോൾ സന്തോഷമാണ്. ഒരു ടെലിഗ്രാം പ്രൊജക്റ്റിൽ നിന്ന് 1000 രൂപയൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണ്. ഞാൻ എന്നെ ഇവിടെ കണക്കാക്കുകയാണ്. ഒരു 5 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് തന്നെ എടുത്തോട്ടെ, 0.052 എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത്ര ഞാൻ എന്ത് ചെയ്യുന്നത്, എനിക്കൊരു 100 ടോക്കണാണ് കിട്ടിയതെങ്കിൽ 100 × 0.05 എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് $5 കിട്ടി. അപ്പോൾ അത് തന്നെ അങ്ങനെയുള്ള രീതിയിൽ തന്നെ $5 കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെലിഗ്രാം പ്രൊജക്റ്റ് എന്ന് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ഒരു 200 250 സംതിങ് അങ്ങനെയൊക്കെ ടോക്കൺ, ഒരു 500 ടോക്കണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് $25 കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള രീതിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർക്കും നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കും കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി സ്ട്രീക്കൊക്കെ ചെയ്ത ആൾക്കാർക്കും തീർച്ചയായിട്ടും ഇതിൽ എലിജിബിൾ ആയ ആൾക്കാർക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയിൽ പറയുമ്പോൾ ഇങ്ങനെ വല്ലതൊക്കെ തെറ്റ് വരുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഞാനൊരു കട്ടോ ഇല്ലെങ്കിൽ എഡിറ്റോ കാണുന്നുണ്ടോ? ഇല്ല, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ 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 യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നീ പറയുന്നത് തെറ്റാടാ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. എന്താണ് ഞാൻ ഓക്കെ പറഞ്ഞിട്ട് പൊക്കോളാം. അങ്ങനെയുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.